കാലമാടാ പെട്ടെന്ന് വാ, വീട്ടിൽ വെള്ളം കയറുന്നു, നമുക്ക് ക്യാമ്പിൽ പോവാം. ഒന്ന് കഴിക്കട്ടെ, 3 മണിയാ സമയം, വിശക്കുന്നു. അയ്യോ, സതീശൻ സാറല്ലേ പോന്നെ? സകൃതകൃതാവായ നാട്ടുകാരെ, അയ്യോ അതാരാ താഴെ കൂടെ പോന്നെ? ദേ വേറൊരാള് വഞ്ചിയില് വരുന്നു. അല്ല CMA, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഒരു പരാതിയില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. അങ്ങനാണോ? അപ്പോ ഈ ചേട്ടൻ പറഞ്ഞതോ? വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളം ഇല്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഈ സമയത്ത് നമ്മുടെ മന്ത്രിമാരെന്താ ചെയ്യുന്നതും കൂടി ഒന്ന് കാണാം. ഷോപ്പിംഗ് മാളാണോ? ആശുപത്രിയിലെ കൊടി കെട്ടിയ സ്വീകരണമൊക്കെ. സൂപ്പർ സർ. അല്ല മന്ത്രി, ഈ ദുരിതാശ്വാസ ക്യാമ്പില് ജനങ്ങൾക്ക് പകർച്ചവ്യാധി പിടിക്കാതിരിക്കാൻ സാറ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ആരോഗ്യവകുപ്പ് മരുന്ന് എത്തിക്കാത്തതുകൊണ്ട് ആർക്കും എലിപ്പനി വരില്ല, ആ ഉറപ്പാണ്. അതങ്ങനെ മന്ത്രിമാരിങ്ങനെയാണ്. ഈ സമയത്ത് മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും? ദേ മിനിസ്റ്റർ CP ജോൺ വരുന്നുണ്ട്. സാറിന് എന്തോ പറയാനുണ്ടേ. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ഈ സമയത്ത് കാണാതെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ഫിഷറീസ്. എന്തായാലും ഇവരെയും നമ്മൾ അതിജീവിക്കും.